ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കറണ്ട് അഫെയർ റിവിഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ VFAക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ GK പാർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഏത് ഭാഗമാണോ പഠിച്ചത് അത് ജസ്റ്റ് ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ നഷ്ടപ്പെടാത്ത രീതിയിൽ എഴുതി വെക്കുക കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് VFAക്ക് നമുക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യല്ല, ആ ഭാഗം നമ്മളവിടെ നിർത്തിയിട്ട് ബാക്കി പഠിക്കാത്ത പോർഷൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. GK പാർട്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ കറണ്ട് അഫെയർ നമ്മൾ എന്തായാലും 20 മാർക്കിനാണ് തോന്നുന്നു കറണ്ട് അഫെയർ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും പഠിച്ചത് പോരാ, കൂടുതലായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് അത് അപ്പം പഠിക്കാം. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, ചെറിയ ഒരു നോട്ട്ബുക്കിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ, നന്നായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഏതാണോ ടോപ്പിക്ക് അത് എഴുതി വെക്കുക. കാരണം നമുക്ക് VFAക്ക് അത് ഉപകാരമാവും കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ടൊരു റിവിഷൻ കൊടുത്താൽ മതിയാവും. അങ്ങനെ VFAക്ക് പഠിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? അനോറ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ് കേട്ടോ. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനോറ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ്. ഇനി മികച്ച വിദേശ ഭാഷ ചിത്രം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ളതാണ് കേട്ടോ. മികച്ച വിദേശ ഭാഷ ചിത്രമായിട്ട് ഐ ആം സ്റ്റിൽ ഹിയർ എന്നതും മികച്ച അനിമേഷൻ ചിത്രമായിട്ട് ഫ്ലോ എന്ന ചിത്രവുമാണ് കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം മികച്ച വിദേശ ഭാഷ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ, മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ ആണ്. അതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനോറ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ് കേട്ടോ. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് നമ്മൾ തന്നെയാണ്, ഇന്ത്യയാണ് കേട്ടോ. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 2025 രഞ്ജി ട്രോഫി ജേതാക്കൾ അത് ആരാണ്? വിദർഭയാണ് കേട്ടോ. 2025 ക്രിക്കറ്റ് രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ് കേട്ടോ. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ് കേട്ടോ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ് കേട്ടോ. ക്രിസ്റ്റി കവൻട്രിയാണ് നമ്മുടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ഇനി നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നക്ഷ എന്ന് പറയുന്നത്? നഗരങ്ങളിലെ ഭൂവിവരങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൻ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മനു ബാക്കറിനെയാണ് കേട്ടോ. മനു ബാക്കറാണ് BBC ഇന്ത്യൻ സ്പോർട്സ് വുമൻ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? റിയാദ്, സൗദി അറേബ്യയാണ് കേട്ടോ. സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 2027 നടക്കാൻ പോകുന്ന ആദ്യത്തെ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. ഒന്നുകൂടെ പറയാം, 2027 നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? റിയാദ്, സൗദി അറേബ്യ. സെബിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതിക്കാണെന്ന് ഓർത്തിരിക്കുക. 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അസമാണ് കേട്ടോ. അസമിനാണ് സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി ലഭിച്ചിരിക്കുന്നത്, അസം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണയാണ്. 99ാം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ.
99-ാം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയാണ്. ഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയുടെ പേര് എന്താണ്? സ്പിയറക്സ് എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആകാശഗംഗേനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നാസ വിക്ഷേപിച്ചൊരു ദൂരദർശിനിയാണ് സ്പിയറക്സ് എന്ന് പറയുന്നത് കേട്ടോ. സ്പിയറക്സ്. ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത് ഏതാണ്? മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെയാണ് കേട്ടോ. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെയാണ് നമ്മുടെ ഇന്ത്യയുടെ 58ാം കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി കേട്ടോ. 2025 പുരുഷന്മാരുടെയും വനിതകളുടെയും കബഡി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇംഗ്ലണ്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇംഗ്ലണ്ട് വെച്ചിട്ടാണ് 2025 പുരുഷന്മാരുടെയും വനിതകളുടെയും കബഡി ലോകകപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് AI സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് കേട്ടോ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ആണ് കേട്ടോ. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ആണ് കേരളത്തിൽ ലഹരി വ്യാപാരം തടയാൻ വേണ്ടിയിട്ടുള്ള എക്സൈസ് വകുപ്പിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2025 ഏപ്രിൽ 6-നാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്നാണ്? 2025 ഏപ്രിൽ 6-ആണ് കേട്ടോ. ഈ പുതിയ പാമ്പൻ പാലത്തിൻ്റെ സവിശേഷതകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് ചോദിച്ചിരിക്കുന്നത് PSC ബുള്ളറ്റിൻ നിന്നാണ്. PSC ബുള്ളറ്റിനിൽ പുതിയ പാമ്പൻ പാലത്തിൻ്റെയും പഴയ പാമ്പൻ പാലത്തിൻ്റെയും കമ്പയർ ചെയ്തിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാനത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2.7 കിലോമീറ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത് കേട്ടോ. ഇലോൺ മസ്കിൻ്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗ്രോക്ക് 3. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ് കേട്ടോ. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂ ഗോസ്റ്റ് ആണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. ഭൂകമ്പ ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ്? ഭൂകമ്പ ദുരന്തം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് കേട്ടോ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസം ഏതായിരുന്നു? ബോങ്കോ സാഗർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബോങ്കോ സാഗർ ഏത് രാജ്യങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള നാവിക അഭ്യാസമാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ടായിരുന്നു. ബംഗ്ലാദേശ്, ബംഗാൾ, പിന്നെ ഇന്ത്യയും കൂടെ കൂടി അതിൽ അപ്പോൾ എന്ത് വന്നു? ബോങ്കോ എന്നായി. ഇന്ത്യയുടെ സാഗരത്തിൽ വെച്ചിട്ട് നടന്നു. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഓർത്തിരിക്കുക. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് കേട്ടോ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് വിഭൂഷണ എന്ന് പറയുന്നത് കേട്ടോ. അത് ലഭിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണിറ്റി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തോമസ് ബാക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. തോമസ് ബാക്കാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണിറ്റി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
സംസ്ഥാനത്തിൻ്റെ 50ാമത് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ജയ തിലകാണ് കേട്ടോ. ജയ തിലകാണ് സംസ്ഥാനത്തിൻ്റെ 50ാമത് സെക്രട്ടറിയായി ചുമതലയേറ്റിട്ടുള്ളത്. ജയ തിലകാണ് കേട്ടോ. ഇതിപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചായേ. ജയ തിലക് മറന്നു പോകരുത്. മാറ്റി മാറ്റി തരും. ജയ തിലക്, ജയ കരുണ്, അങ്ങനെ ചിലപ്പോൾ എന്താണ് തിലക് ആദ്യം തരും, ജയ രണ്ടാമത് തരും, അങ്ങനെയൊക്കെ തരും. ജയ തിലകാണ് കേട്ടോ. സംസ്ഥാനത്തിൻ്റെ 50ാമത് സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? ജയ തിലകാണ്. 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമയാണ് കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യനാണ് ഫെമിനിച്ചി ഫാത്തിമ. 2025 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമ. 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായിരിക്കുന്നത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് കേട്ടോ. 23ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമ അഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ എന്ന് പറയുന്നത് കേട്ടോ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വ്യോമ അഭ്യാസ ശക്തി പ്രകടനത്തെയാണ് ആക്രമൺ എന്ന് പറയുന്നത് കേട്ടോ. ആക്രമൺ. ഈ പഹൽഗാം ഭീകരാക്രമണമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് നോക്കണം. പിന്നെ നമ്മുടെ സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ് ഉണ്ടായിരുന്നല്ലോ പാർലമെൻറ്റിൻ്റെ, അത് നോക്കണേ. അത് കഴിഞ്ഞ കാര്യമാണെങ്കിലും മേ ബി ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണേ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-ലാണ് കേട്ടോ. 2025 മെയ് 2-നാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ് കേട്ടോ. 52ാമത് ആരാണ്? BR ഗവായി കേട്ടോ. 53ാമത് ജസ്റ്റിസ് സൂര്യകാന്ത് കേട്ടോ. 53ാമത്തെയാണ് സൂര്യകാന്ത് കേട്ടോ. ജസ്റ്റിസ് സൂര്യകാന്ത് ഓപ്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുള്ള അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജായിട്ട് വരുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലുള്ള അമരാവതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ തുരങ്കം ഏതാണ്? ദേവപ്രയാഗ് ടു ജനാസു തുരങ്കമാണെന്ന് ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096 എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിൻ്റെ പേര് എന്താണ്? ഹൾ 096 ആണ് കേട്ടോ. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് കേട്ടോ. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇതിനെ 25 വയസ്സുള്ള പത്മ അലറലോട് അലറൽ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കിട്ടും 25 വയസ്സുള്ള പത്മ അലറലോട് അലറൽ. ഇനി അടുത്തത് പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പാണ്ഡുരംഗ് ഹെഗ്ഡെക്കാണ് കേട്ടോ. നമ്മുടെ അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള പാണ്ഡുരംഗ് ഹെഗ്ഡെക്കാണ് ആദ്യത്തെ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഗജസിംഹയായിരുന്നു കേട്ടോ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ളത് സമർ അബു എലൂഫിയാണ് കേട്ടോ. സമർ അബു എലൂഫിക്കാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ് കേട്ടോ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. ഞാൻ എന്താ ചെയ്യലെന്നറിയോ? നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റുകളൊക്കെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചെറിയൊരു പേപ്പർ കരുതിയിട്ടുണ്ട് കേട്ടോ. ഒരു ന്യൂസ് പ്രിൻ്റാണ്. അത് ഞാനിങ്ങനെ പകുതിയാക്കിയിട്ട് മടക്കിയിട്ട് അതിൽ ചെറുതായിട്ട് കുനുകുനാന്ന് എഴുതി വയ്ക്കുക കേട്ടോ ചെയ്യുക. അപ്പോയിൻമെൻറ്റുകൾ അപ്പോഴേക്ക് കിട്ടുന്ന അപ്പോയിൻമെൻറ്റുകളെല്ലാം ഞാൻ അതിലാണ് കുറിച്ചിടാറ് കേട്ടോ. കാരണം അത് ലാസ്റ്റ് നമുക്ക് നമ്മൾ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്തായാലും എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം നമ്മൾ എന്തായാലും നോക്കി ഇരിക്കേണ്ടതാണ് അപ്പോയിൻമെൻറ്റും പിന്നെ നമ്മുടെ മന്ത്രിസഭ ഒക്കെ കേട്ടോ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും ഒക്കെ. അപ്പോൾ അതെല്ലാം ഒരു ചെറിയ പേപ്പറിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെറിയ പേപ്പറിലേക്ക് ഞാൻ എഴുതിയെടുക്കാറാണ് പതിവ് കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ നോക്കും. ഞാൻ ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ രീതികളായിരിക്കും അവർ പഠിച്ചു വരുന്നതിന് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തന്നേളേ.
അപ്പം നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാറാണ് കേട്ടോ. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആയതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആരാണ്? OM ശാലീനയാണ് കേട്ടോ. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? OM ശാലീനയാണ് കേട്ടോ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബാനു മുഷ്താഖിനാണ് കേട്ടോ. ബാനു മുഷ്താഖിനാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 12 ചെറുകഥാ സമാഹാരത്തിനുള്ള എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു അത്, ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ബാനു മുഷ്താഖ്. 2025 ONV പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാ വർമ്മയാണ് കേട്ടോ. 2025 ONV പുരസ്കാര ജേതാവാണ് പ്രഭാ വർമ്മ. 2025 ONV പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാ വർമ്മ കേട്ടോ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശുഭ്മാൻ ഗില്ല്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് ആണ് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ളത്. ഇനി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടമാണെങ്കിൽ ജാസ്മിൻ പൗളിനിയാണ് നേടിയിരിക്കുന്നത് കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടമാണെങ്കിൽ ജാസ്മിൻ പൗളിനിയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. IOK കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ് കേട്ടോ. K ആവില്ല, C ആയിരിക്കും അല്ലേ. IOC കേട്ടോ. IOC കാർലോസ് അൽക്കാരസ് കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ഇറ്റാലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ്. ഇനി ഇറ്റാലിയൻ ഓപ്പൺ വനിതയാണെങ്കിൽ ജാസ്മിൻ. IOJ കേട്ടോ. IOCയും IOJയും കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ കാർലോസ് അൽക്കാരസ്, ഇറ്റാലിയൻ ഓപ്പൺ ജാസ്മിൻ പൗളിനി കേട്ടോ. ഇറ്റാലിയൻ ഓപ്പൺ ജാസ്മിൻ പൗളിനി. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് കേട്ടോ. ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ഹ്രസ്വദൂര മിസൈലാണ്, കുറച്ച് ദൂരം മാത്രം പോകുന്ന മിസൈലാണ് ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് കേട്ടോ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഭാർഗവാസ്ത്ര. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് റിവിഷൻ കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും ഇതുവരെ പഠിച്ച എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻ്റ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് റിവിഷൻ പോവുക. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണതേ ഇത് കേൾക്കുമ്പോൾ ഒരു ഊർജ്ജം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അയ്യോ ഇനി ഇത്ര സമയമുള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷൻ അടിക്കരുത്. ഇത്ര സമയമുള്ളൂ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലേ, അയ്യോ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ലേ, ആ ഒരു ചിന്തയെ വേണ്ട. നമ്മൾ നമ്മുടെ മാക്സിമം ഇടുക, പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ബാക്കി നമ്മൾ ആരെയാണോ വിളിക്കുന്നത് അവർ നോക്കട്ടെ അല്ലേ. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സെൻട്രൽ വിസ പ്രോജക്റ്റും ഒക്കെ നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്തൊന്നും കൂടെ നോക്കാൻ പറഞ്ഞില്ലേ, ഞാനേ മറന്നുപോയി. ഇതുതന്നെയാണ് കഥ. ഇപ്പുറം നോക്കുമ്പോൾ അപ്പുറത്ത് എന്തായിരുന്നു എന്നുള്ളത് മറന്നുപോകും. നല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്കിഷ്ടമാവുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല കമൻറ്റുകളാണ്. താങ്ക് യു എന്ന് പറയുന്നുണ്ട്. കുറേ പേര് അമ്മൂയെന്ന് വിളിക്കുന്നുണ്ട്. താങ്ക് യു കേട്ടോ. പിന്നെന്താണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നോട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. Thank you.